ശാന്ത, താനെന്തിനാ അവിടെ നിൽക്കുന്നത്? താനിങ്ങോട്ട് കയറുവാ. ഇതാ ജോണല്ലേ? പുള്ളി എന്താ ഇവിടെ? ഇവിടെ തനിക്ക് ഒറ്റ മനസ്സിലായത്? എന്റെ പൊന്നോ, എനിക്ക് ആ പിള്ളേർ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. മാത്രമല്ല, അവരൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. താനൊന്ന് കണ്ടു നോക്കി. വേണ്ട തോമാച്ച, ഞാനിത് നേരത്തെ കണ്ടതാ. എന്നാലും കൂടെ ജോലി ചെയ്യുന്ന പെണ്ണോടാൻ പോകൃതം കാണിച്ചപ്പോഴേ അത് 1-2 വർഷം മുമ്പല്ലേ? എന്തായാലും സംഭവം എപ്പോഴും വരില്ല. ഞാൻ ഇന്നലെ ഫേസ്ബുക്കും ഇൻസ്റ്റയും യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അതിൻ്റെ അടിക്കുന്ന കമന്റ് പെട്ട തള്ള പോലും സഹിക്കത്തില്ല. അയാൾ ഇവിടെ എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നതാണ്? അതെ, ജോലി ചോദിച്ചു വന്നാ. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് വേണ്ടായിരുന്നു. എന്തായാലും തനിക്ക് ജോലിക്ക് ആളെ ആവശ്യമുള്ളതല്ലേ? എന്ന് കരുതി എന്റെ സ്ഥാപനത്തിൽ പിടിച്ച് കയറ്റാൻ പറ്റുമോ ഈ പോക്കത്തിലൊക്കെ കാണിച്ചിട്ട്? തോമാച്ച, അയാൾ വെറും പാവോ? പാവോ? ഇവനോ? അതിന് തനിക്ക് നേരത്തെ ഇയാളെ അറിയോ? ഞാൻ തൃക്കല്ലൂർ പഞ്ചായത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് താൻ ഈ വീഡിയോ കണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ജോൺ ജോലി ചെയ്തിരുന്ന സ്ഥാപനം. ഞങ്ങളന്ന് സ്ഥിരമായിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ആ ചുമ്മാ അതല്ല, അയാൾ തന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയത്. താനും വീഡിയോ കണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി കാണും. ഈ വീഡിയോയ്ക്ക് ഒരു മറുവശമുണ്ട് തോമാച്ച, പക്ഷെ അത് ആർക്കും അറിയത്തില്ല. അതെന്തോടെ മറുവശം? ഈ ജോൺ ആ സ്ഥാപനത്തിലെ ജോലിക്കാരൻ മാത്രമല്ല, അയാളൊരു പാർട്ട്ണറും കൂടെ. ഇയാൾക്ക് കുടുംബ വഴി കിട്ടിയ ഒരു 15 ലക്ഷം രൂപ ഇയാൾ ആ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്നൊരു ആഗ്രഹം. അപ്പോൾ ഇയാൾ ഈ മുതലാളിയോട് ഈ പൈസ തിരിച്ചു ചോദിച്ചു. മുതലാളി അത് കൊടുക്കാതെ ഒഴിഞ്ഞു മാറി. അങ്ങനെ തമ്മിൽ വഴക്കായി. പിന്നീട് അത് കയ്യാങ്കളിയായി. അയാളും അയാളുടെ സ്ഥാപനത്തിലെ ആൾക്കാരും ചേർന്ന് ഇയാളെ തല്ലി ചതച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ, എന്നിട്ട് അതിനൊരു തലക്കെട്ട് കൊടുത്തു. സ്ഥാപനത്തിലെ യുവതിയെ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ തല്ലിപ്പുറത്താക്കി എന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി ഇയാളുടെ ജീവിതം കഴിഞ്ഞു. ഇത് കേസായില്ലേ? ആയി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പരാതി കഴമ്പില്ലെന്ന് പറഞ്ഞ് പുള്ളിയെ വെറുതെ വിട്ടു. പിന്നെന്തായാലും ഇയാൾക്ക് ജോലി കൊടുക്കാഞ്ഞത്? എൻ്റെ പൊന്നു തോമാച്ച, അയാളെ വെറുതെ വിട്ട കാര്യമൊന്നും അറിയാൻ ഇവിടെ ജനങ്ങൾക്കാർക്കും താല്പര്യമില്ല. പിന്നെ ഒരുത്തന്നെ ഇവിടെ നല്ലവനും മോശക്കാരനും ഒക്കെ ആക്കുന്നത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റും അതിൻ്റെ തലക്കെട്ടും ഒക്കെ ആണല്ലോ. അല്ലാതെ കോടതി നിയമമൊന്നുമില്ല.